നമസ്കാരം. കേരള മീഡിയ അക്കാദമി അവതരിപ്പിക്കുന്ന മാധ്യമജാലകത്തിന്റെ 342 എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. യുദ്ധങ്ങൾക്കും അതുമായി ബന്ധപ്പെട്ട മാധ്യമ പ്രവർത്തനത്തിനും വലിയൊരു ചരിത്രമുണ്ട്. അറിയുന്ന ചരിത്രത്തിലെ ആദ്യത്തെ സന്ദേശവാഹകനും യുദ്ധവാർത്തയുമായാണ് പോയത്. സാങ്കേതിക വളർച്ച യുദ്ധം മാത്രമല്ല, യുദ്ധകാലത്തെ മാധ്യമ പ്രവർത്തനത്തിനെയും മാറ്റിമറിച്ചിട്ടുണ്ട്. മാധ്യമ വിചാരത്തിൽ ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ ഇതിനെക്കുറിച്ചൊക്കെയാണ് ഇത്തവണ സംസാരിക്കുന്നത്. ഒരു യുദ്ധം കഴിഞ്ഞതിന്റെ അല്ലെങ്കിൽ യുദ്ധം ഒഴിവായതിന്റെ ആശ്വാസത്തിലും സന്തോഷത്തിലുമാണ് നമ്മളെല്ലാവരും. പാകിസ്ഥാനുമായി കഴിഞ്ഞത് യുദ്ധം ആയിരുന്നുവോ എന്ന് സംശയമുണ്ട്. അതിർത്തിയിലെ സംഘർഷം എന്നതിനപ്പുറത്ത് ഒരു ലക്ഷണമൊത്ത യുദ്ധമായി അത് വളർന്നില്ല. യുദ്ധം എന്ന് പറയുമ്പോൾ നല്ല കഥ പോലെയാണ്. അതൊരു ആദി മധ്യാന്തം ഒക്കെ ഉണ്ടാവണം. അത് നന്നായി വികസിക്കണം. കഴിയുമെങ്കിൽ അവസാനിക്കുന്നതിന് മുമ്പ് ഒരു ട്വിസ്റ്റ് ഉണ്ടാവണം. ഒന്നിൽ കൂടുതൽ ഉണ്ടായാൽ അത്രയും നല്ലത്. ഒരു നല്ല കഥ എഴുതുന്നത് പോലെ തന്നെയാണ് യുദ്ധത്തിന്റെ പ്ലാൻ ഷെറിയോ തയ്യാറാക്കുന്നത്. നമ്മെ സംബന്ധിച്ച് നമ്മൾ യുദ്ധം ആഗ്രഹിക്കുന്നവരല്ല. പക്ഷെ യുദ്ധം അനിവാര്യമായാൽ വേണ്ട എന്ന് വെച്ച് മാറിപ്പോകാനും കഴിയില്ല. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. ഒരു നല്ല യുദ്ധം ഇഷ്ടപ്പെടാത്ത മാധ്യമ പ്രവർത്തകരില്ല എന്ന് പറയുമ്പോൾ മാധ്യമ പ്രവർത്തനത്തിന്റെ ഒരു തരത്തിലുള്ള ഒരു നിറഞ്ഞാടലാണ് യുദ്ധം എന്ന് പറയുന്നത്. പലതരത്തിലുള്ള യുദ്ധങ്ങൾ നമുക്ക് കണ്ടുപരിചയമുണ്ട്. ഇപ്പോൾ വിയറ്റ്നാം യുദ്ധം 20 കൊല്ലം നീണ്ടു നിന്ന വിയറ്റ്നാമിലെ യുദ്ധം അവസാനിച്ചതിന്റെ 50ാം വർഷമാണിത്. 50 വർഷം പൂർത്തിയായി. വിയറ്റ്നാം യുദ്ധം അമേരിക്കൻ മാധ്യമങ്ങൾ ആഘോഷമാക്കിയ ഒന്നായിരുന്നു. ഇത്രയും സ്വതന്ത്രമായി ഭരണകൂടത്തിന്റെ ഇടപെടലില്ലാതെ, സെൻസർഷിപ്പ് ഇല്ലാതെ ഒരു യുദ്ധം കവർ ചെയ്യാൻ കഴിഞ്ഞു, റിപ്പോർട്ട് ചെയ്യാൻ കഴിഞ്ഞു എന്ന് ആ യുദ്ധത്തിലെ ഒരു പ്രസിദ്ധമായ ഫോട്ടോഗ്രാഫറുടെ നിക് ഊട്ട്, അദ്ദേഹം ഉൾപ്പെടെ എല്ലാവരും പറയുന്നുണ്ട്. ഒടുവിൽ മാധ്യമങ്ങളിൽ കൂടി സമ്മർദ്ദ നിമിത്തമാണ് അമേരിക്കയ്ക്ക് ആ യുദ്ധം അവസാനിപ്പിക്കേണ്ടി വന്നത്. യുദ്ധവും മാധ്യമങ്ങളും തമ്മിലുള്ള ബന്ധം എന്ത് എന്ന് ചോദിച്ചാൽ, ഒരു യുദ്ധം നടക്കുമ്പോൾ അതിന്റെ വിവരങ്ങൾ ജനങ്ങൾക്ക് അറിയണം. യുദ്ധത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് അത് അറിയുന്നതിനുള്ള അവസരം ഉണ്ടാവണം. മഹാഭാരത യുദ്ധം നടക്കുമ്പോൾ സഞ്ജയന്റെ ദൃക്സാക്ഷി വിവരണമുണ്ട്, തത്സമയ വിവരണമാണ്. അത് ആ യുദ്ധം കാണാൻ കഴിയാത്ത ഒരാളോടാണ് അദ്ദേഹം അത് പറയുന്നത്. യുദ്ധം നടക്കുമ്പോൾ നമുക്ക് ഒന്നും കാണാൻ കഴിയില്ല. അങ്ങനെ കാണാൻ കഴിയാതെ അകന്നിരിക്കുന്ന നമ്മളോട് ഈ യുദ്ധ വിവരണം നൽകുന്നത് മാധ്യമങ്ങളാണ്, മാധ്യമ പ്രവർത്തകരാണ്. ചരിത്രത്തിൽ പഴയകാല യുദ്ധങ്ങളൊക്കെ നോക്കുമ്പോൾ ഞാൻ എപ്പോഴും ഓർക്കാറുണ്ട്, അല്ലെങ്കിൽ പറയാറുണ്ട്, ആദ്യത്തെ യുദ്ധകാര്യ ലേഖകൻ, വാർ കറസ്പോണ്ടന്റ് ആര് നിയോഗിച്ചാൽ അത് മാധ്യമങ്ങളൊന്നും ഒന്നും ഇല്ലാതിരുന്ന ഒരു കാലത്ത് പുരാതന ഗ്രീസിൽ ആഥൻസും സ്പാർട്ടയും തമ്മിൽ നടന്ന യുദ്ധം. അവിടെ ആഥൻസ് ജയിച്ചു. ആ ജയിച്ചു എന്ന വാർത്ത അറിയിക്കുന്നതിന് ഭരണ സദസ്സിൽ അറിയിക്കുന്നതിന് ഒരു സൈനികൻ നിർത്താതെ ഓടി എന്നാണ് പറയുന്നത്. 22 മൈൽ, മാരത്തൺ എന്ന സ്ഥലത്തായിരുന്നു യുദ്ധം. മാരത്തൺ മുതൽ ആഥൻസ് വരെ 22 മൈൽ ആ സൈനികൻ നിർത്താതെ ഓടി സദസ്സിലെത്തി, "We have been victorious", നമ്മൾ ജയിച്ചിരിക്കുന്നു എന്ന് മാത്രം പറഞ്ഞ് കുഴഞ്ഞു വീണ് മരിക്കുകയായിരുന്നു. അജ്ഞാതനായ ചരിത്രം ഒരു പേര് പറയുന്നുണ്ട്. ആ ധീരനായ ആ യോദ്ധാവിന്റെ സ്മരണയിലാണ് ഇന്നും ഒളിമ്പിക്സിൽ പോലും മാരത്തൺ ഒരു ഐറ്റം ഇനമായി മാറിയിരിക്കുന്നത്. ആ മാരത്തൺ സ്ഥലത്തിന്റെ പേരാണ്, യുദ്ധം നടന്ന സ്ഥലത്തിന്റെ. ആധുനിക കാലത്ത് പത്രങ്ങളുടെ ആവിർഭാവത്തിന് ശേഷം യുദ്ധം നടക്കുമ്പോൾ പട്ടാളക്കാർക്കൊപ്പം അത് റിപ്പോർട്ട് ചെയ്യുന്നതിന്, കവർ ചെയ്യുന്നതിന് റിപ്പോർട്ടർമാരും പോകുന്ന അവസ്ഥയുണ്ടായി. ആദ്യകാലത്തെ അവസ്ഥയൊക്കെ വളരെ പരിതാപകരമായി. ലണ്ടനിലെ പ്രസിദ്ധമായ ടൈംസ് പത്രം തന്നെയാണ് ഈ വാർ റിപ്പോർട്ടറെ അയക്കാൻ തുടങ്ങിയത്. വാർ റിപ്പോർട്ടറെ അയക്കുക എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് വാർത്ത ലണ്ടനിൽ ഓഫീസിൽ എത്തിക്കുക? അതിന് പരമ്പരാഗതമായ കൺവെൻഷണൽ ആയിട്ടുള്ള തപാൽ സൗകര്യം മാത്രമേ ഉള്ളൂ.
തപാലിൽ വാർത്ത എത്തിച്ചു വരുമ്പോഴേക്കും കാലം കുറെ പിടിക്കും. ആ യുദ്ധമേ കഴിഞ്ഞിട്ടുണ്ടാവും. ആ റിപ്പോർട്ട് പ്രസിദ്ധപ്പെടുത്താൻ കഴിയാത്ത അവസ്ഥയിൽ, അത്രയും പത്രഭാഷയിൽ പറഞ്ഞാൽ സ്റ്റെയിൽ ആയി മാറും. അതിന്റെ നിറവും രുചിയും പണവും എല്ലാം പോയി ഒന്നിനും കൊള്ളാത്ത ഒന്നായി മാറും. ഇതെടുത്ത് കളയാനേ പറ്റുള്ളൂ. പക്ഷേ ഈ ടൈംസ് 1807 നെപ്പോളിയൻ യുദ്ധം റിപ്പോർട്ട് ചെയ്യാനായി റിപ്പോർട്ടറെ അയച്ചു എന്ന് പറഞ്ഞതുപോലെ അവർ വീണ്ടും ആ പ്രവൃത്തി തുടർന്നുകൊണ്ടിരുന്നു. അപ്പോഴേക്കും ടെലഗ്രാഫിന്റെ കാലമായി. 19ാം നൂറ്റാണ്ടിന്റെ മധ്യമായപ്പോഴേക്കും ആ ടെലഗ്രാഫിന്റെ സൗകര്യം പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ടൈംസിന് വേണ്ടി അന്ന് യുദ്ധം റിപ്പോർട്ട് ചെയ്യാൻ പോയ ആളാണ് വില്യം ഹോവാർഡ് റസൽ. എനിക്ക് തോന്നുന്നു വില്യം ഹോവാർഡ് റസലിന്റെ റിപ്പോർട്ടുകളായിരിക്കാം വാർ കറസ്പോണ്ടന്റിൻ്റെതായി നമുക്ക് ഒരു ആധികാരികമായി കാണാൻ കഴിയുന്ന, അല്ലെങ്കിൽ സമകാലികമായി പ്രസിദ്ധപ്പെടുത്തി വന്ന റിപ്പോർട്ടുകൾ. അത് ടെലഗ്രാഫ് സൗകര്യം ഉണ്ടായിരുന്നത് കൊണ്ടാണ്. യുദ്ധവുമായി ബന്ധപ്പെട്ട് പല നല്ല കാര്യങ്ങളും നടക്കാറുണ്ട്. ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം നഴ്സുമാരുടെ ദിനം ആചരിച്ചു. നഴ്സുമാരുടെ ദിനം എന്ന് പറയുമ്പോൾ നമ്മൾ ഫ്ലോറൻസ് നൈറ്റിംഗേലിനെയാണ് ഓർമ്മിക്കുന്നത്. ഫ്ലോറൻസ് നൈറ്റിംഗേൽ ക്രിമിയൻ യുദ്ധത്തിൽ പരിക്കേറ്റ് മുറിവേറ്റ് കിടന്നിരുന്ന രോഗികളെ സമാശ്വസിപ്പിച്ചുകൊണ്ട് പ്രസിദ്ധി നേടിയ വനിതയായിരുന്നു. വിളക്കേന്തിയ വനിത. രാത്രിയിൽ ഇലക്ട്രിസിറ്റി ഇല്ല, രാത്രിയിൽ ഒരു എണ്ണ വിളക്ക് കത്തിച്ചുകൊണ്ടാണ് ഈ വേദനിക്കുന്നവരുടെ അടുത്തേക്ക് ചെന്ന് അവരെ ആ സ്ത്രീ ആശ്വസിപ്പിച്ചിരുന്നത്. അവരിൽ നിന്നാണ് ആധുനിക നഴ്സിംഗ്, ഇന്നത്തെ കാലത്തെ നഴ്സുമാരൊക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ യുദ്ധമെന്നത് വേദനയും നഷ്ടവും നശീകരണവും മാത്രമല്ല, അവിടെ മനുഷ്യത്വമുണ്ട്, മാനവികതയുണ്ട്, സമാശ്വാസമുണ്ട്, വേദനിപ്പിക്കുന്നവരെ സമാശ്വസിപ്പിക്കുന്ന നടപടിയുമുണ്ട്. അപ്പോൾ ആ രീതിയിൽ ഇപ്പോൾ നമ്മൾ യുദ്ധം എന്ന് പറയുമ്പോൾ, യുദ്ധം ആരും ഇഷ്ടപ്പെടുന്നില്ല, ആഗ്രഹിക്കുന്നില്ല എന്നൊക്കെ പറയുമ്പോൾ മനുഷ്യന്റെ സ്വഭാവത്തിൽ മാറ്റം വരാത്തിടത്തോളം യുദ്ധം അനിവാര്യതയാണ്. പക്ഷെ ഇന്ന് യുദ്ധം റിപ്പോർട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് പണ്ടേ പോലെ പട്ടാളക്കാർക്കൊപ്പം നേരിട്ട് ഇറങ്ങിച്ചെന്നുള്ള പണ്ടങ്ങനെയായിരുന്നു. മിലിറ്ററി അക്രഡിറ്റ് ചെയ്യുന്ന കറസ്പോണ്ടൻസ്, അവർക്ക് മിലിറ്ററി യൂണിഫോമിൽ തന്നെ ആവശ്യമായ പരിരക്ഷ നൽകിക്കൊണ്ട് അവർ സൈന്യത്തോടൊപ്പം നീങ്ങുകയാണ്. അതിലൊരു ഗുണമുള്ളത് മുഖാമുഖങ്ങളൊക്കെ എപ്പോഴും പ്രചരിക്കും. ഇന്നിപ്പോൾ നമ്മൾ സോഷ്യൽ മീഡിയയെ കുറ്റം പറയുന്നു. സോഷ്യൽ മീഡിയ ഒന്നും ഇല്ലാതിരുന്ന കാലത്ത് അന്നും ഉണ്ടായിരുന്നു മുഖാമുഖങ്ങൾ. അത് മനുഷ്യന്റെ സഹജമായ സ്വഭാവവും വാസനയുമാണ്. പക്ഷെ യുദ്ധരംഗത്തെ പോരായ്മകൾ എന്താണ്? നമ്മളിപ്പോ നേരത്തെ പറഞ്ഞ വില്യം ഹോവാർഡ് റസലിന്റെ റിപ്പോർട്ടുകളിലൊക്കെ അക്കാര്യങ്ങൾ പരാമർശിച്ചിരുന്നു. യുദ്ധരംഗത്ത് ആവശ്യത്തിനുള്ള സാധന സാമഗ്രികൾ, ഭക്ഷണം, മരുന്ന്, ആയുധങ്ങൾ എത്തുന്നില്ല എന്നൊക്കെ വിമർശനം കൂടി അക്കാലത്തുണ്ടായിരുന്നു. ലണ്ടനിൽ ഇരിക്കുന്ന അധികാരികൾക്ക് അത് പരിശോധിച്ച് തിരുത്തൽ വരുത്തുന്നതിനുള്ള, പോരായ്മകൾ പരിഹരിക്കുന്നതിനുള്ള അവസരം കൂടി അന്ന് കിട്ടിയിരുന്നു. ആ രീതിയിൽ ആണ് യുദ്ധവും മാധ്യമങ്ങളും തമ്മിലുള്ള ബന്ധം. യുദ്ധം എന്ന് പറയുമ്പോൾ രണ്ട് തരമുണ്ട്. ക്രിക്കറ്റിലെ 2020 പോലെ നമുക്ക് ഓർമ്മയിൽ പെട്ടെന്ന് വരുന്നത് 1967 6 ഡേ വാർ. ഇസ്രായേലും അയൽ രാജ്യങ്ങളും തമ്മിൽ നടന്ന 6 ദിവസം മാത്രം നീണ്ടുനിന്ന അതിഘോരമായ യുദ്ധം ആയിരുന്നു അന്നുണ്ടായത്. നമുക്കുണ്ട് അത്തരം അനുഭവങ്ങൾ. 1971 ബംഗ്ലാദേശിന്റെ സൃഷ്ടിക്ക് കാരണമായ യുദ്ധം ഉൾപ്പെടെ പല യുദ്ധങ്ങളുമൊക്കെ അതൊരു ലിമിറ്റഡ് പീരീഡിൽ അവസാനിക്കുന്നതാണ്. ചില യുദ്ധങ്ങൾ നീണ്ടുപോകും. ഇപ്പോൾ തന്നെ നമ്മൾ കാണുന്ന യുദ്ധം എന്താണ്? യുക്രൈൻ. അത് എന്ന് അവസാനിക്കും എന്ന് നമുക്കറിയില്ല. വിയറ്റ്നാം 20 വർഷം നീണ്ടുനിന്ന യുദ്ധം. ഗാസയിൽ യുദ്ധം എന്ന് പറയാൻ കഴിയില്ലെങ്കിലും ആ സൈനിക നടപടി അത് നീണ്ടുപോവുകയാണ്. അപ്പോൾ ഇതിന് എല്ലാം ഒരു നിശ്ചിതമായ അളവ് ഒന്നും പറയാൻ കഴിയില്ല. പക്ഷെ ഈ യുദ്ധത്തെ യുദ്ധത്തെ കുറിച്ചുള്ള വിവരങ്ങൾ സജീവമായി നിലനിർത്തുകയും അത് ജനങ്ങളെ മാത്രമല്ല, നയപരമായ തീരുമാനമെടുക്കേണ്ട അധികാരികളെ കൂടി ബോധ്യപ്പെടുത്തുകയും ചെയ്യുന്ന വളരെ നിസ്തുലമായ
ധൈര്യം ആവശ്യമുള്ള പ്രവൃത്തി തന്നെയാണ് ഈ വാർ കറസ്പോണ്ടന്റ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. മാധ്യമരംഗത്തെ രാജകുമാരന്മാർ ആര് എന്ന് ചോദിച്ചാൽ എനിക്ക് പറയാൻ തോന്നുന്നത് ഈ യുദ്ധകാര്യ ലേഖകരാണ്. അവരുടെ സാഹസികത, അവരുടെ കാൽപ്പനികത, അവരുടെ ധീരോദാത്തമായ മുന്നേറ്റം, പട്ടാളത്തിനൊപ്പം അവരും പിടിക്കപ്പെടാം, ശത്രുവിന്റെ കയ്യിൽപ്പെടാം, അതിന്റെ ഭവിഷ്യത്ത് പോലെ വലുതായിരിക്കാം. അവർക്ക് പല പരിരക്ഷകളും ജനീവ കൺവെൻഷൻ ഉൾപ്പെടെയൊക്കെ നൽകുന്നുണ്ടെങ്കിൽ അതെല്ലാം യുദ്ധവേളയിൽ പാലിക്കപ്പെട്ടു എന്ന് വരില്ല. പക്ഷെ അവരും സൈന്യത്തോടൊപ്പം രാജ്യത്തെ സേവിക്കുന്നവരാണ്. വാർ കറസ്പോണ്ടന്റ് എന്ന് പറയുമ്പോൾ അതിനും ചില നിയതമായ തത്വങ്ങളും വ്യവസ്ഥകളും ഒക്കെയുണ്ട്. അതെപ്പോഴും അതിനുള്ള അവസരം കിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. നമുക്ക് ഇപ്പോൾ ഇവിടെ തൃശ്ശൂർ പൂരത്തിന്റെ കുടമാറ്റം, ആകർഷകമായ കുടമാറ്റം ടിവിയിൽ കണ്ട് ഇനി വെടിക്കെട്ടിന് വേണ്ടി കാത്തിരിക്കാം എന്ന് നിൽക്കുമ്പോഴാണ് തൃശ്ശൂർ പൂരത്തിന്റെ വെടിക്കെട്ടിനെ നിഷ്പ്രഭമാക്കിക്കൊണ്ട് മറ്റൊരു വലിയ വെടിക്കെട്ട് അതിർത്തിയിലുണ്ടായിരുന്നു. തുടർന്ന് പല കാര്യങ്ങളും രാഷ്ട്രീയമായും അല്ലാതെയും ഒക്കെ അവർ സംഭവിച്ചിട്ടുണ്ട്. പക്ഷെ മാധ്യമങ്ങളുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട്, കാരണം അവിടെ പാകിസ്ഥാനിലേക്ക് നമ്മൾ നടത്തിയ പ്രത്യാക്രമണം, അതിന്റെ സ്വഭാവം എന്തായിരുന്നു, അതൊക്കെ ആ സേനാ മേധാവികൾ, രണ്ടുപേർ സ്ത്രീകൾ തന്നെയായിരുന്നു, അതൊരു വലിയ നേട്ടമായി നമ്മൾ പറയുന്നുണ്ട്. അവരത് പത്രസമ്മേളനത്തിൽ വിവരിക്കേണ്ടി വരുന്നത് അത് ജനങ്ങളുടെ അറിയുന്നതിനുള്ള അവകാശത്തെ മുൻനിർത്തിയാണ്. അത് ജനങ്ങൾ അറിയേണ്ട കാര്യമാണ്. കാരണം ഇത് ജനങ്ങൾക്ക് വേണ്ടി നടത്തപ്പെടുന്ന യുദ്ധമാണ്. അതുകൊണ്ടാണ് യുദ്ധവും മാധ്യമങ്ങളും തമ്മിലുള്ള ബന്ധം പെട്ടെന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാൻ കഴിയാത്ത രീതിയിൽ ഉള്ള ഒരു ഇഴയെടുപ്പം അത് ഈ രണ്ട് കാര്യങ്ങളും തമ്മിലുണ്ട്. അതുകൊണ്ട് മാധ്യമ പ്രവർത്തകരും അവരും സൈനികരാണ്. ജനതയുടെ, സമൂഹത്തിന്റെ, രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി, സുസ്ഥിരമായ നിലനിൽപ്പിന് വേണ്ടി സൈനികർ എന്ത് സേവനമാണോ അനുഷ്ഠിക്കുന്നത് അതുപോലെ തന്നെയുള്ള സേവനമാണ് മാധ്യമ പ്രവർത്തകരും അനുഷ്ഠിക്കുന്നത്. പണ്ടത്തിൽ നിന്ന് വ്യത്യസ്തമായി നമ്മുടെ മലയാളത്തിലുള്ള കേരളത്തിലെ ടെലിവിഷൻ ചാനലുകൾ തന്നെ ആ യുദ്ധരംഗത്ത് അല്ലെങ്കിൽ സംഘർഷ ഭൂമിയിൽ നേരിട്ടെത്തി ക്യാമറയുമായി എത്തി അവിടുത്തെ കാര്യങ്ങൾ നമ്മെ നേരിട്ട് കാണിച്ചു തരികയും ബോധ്യപ്പെടുത്തുകയും ഒക്കെ ചെയ്യുന്ന അവസ്ഥ. അപ്പോൾ മാധ്യമരംഗത്ത് അവിടെയും മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. 1971 പ്രഭാതത്തിൽ വരുന്ന പത്രത്തിൽ നിന്ന് മാത്രമാണ് നമ്മൾ ആ യുദ്ധ മുന്നേറ്റത്തിന്റെ കാര്യങ്ങൾ അറിഞ്ഞിരുന്നതെങ്കിൽ അപ്പോൾ അത് മാറി നേരിട്ട് നമ്മെ എല്ലാം കാണിച്ചു തരികയാണ്. അവിടെ ഒന്നുകൂടി ആവർത്തിക്കട്ടെ, യുദ്ധം എന്ന് പറയുമ്പോൾ വാർത്തകൾ ആവശ്യമാണ്, വാർത്തകൾ അത്യന്താപേക്ഷിതമാണ്. ഊഹാപോഹങ്ങളെ നിരാകരിക്കുക എന്നുള്ളത് അതിനേക്കാൾ ആവശ്യമാണ്. ഞാൻ പ്രമോദ് രാമൻ, മീഡിയ വൺ എഡിറ്റർ. 1989-90 ബാച്ചിൽ കേരള പ്രസ് അക്കാദമിയിലെ വിദ്യാർത്ഥിയായിരുന്നു ഞാൻ. അന്ന് 1ാം റാങ്കോടെ കോഴ്സ് പാസ്സായി. പിന്നീട് ഇങ്ങോട്ട് ഈ പ്രൊഫഷനിൽ 35 കൊല്ലമായി തുടരുന്നു. മാധ്യമപ്രവർത്തനത്തിൻ്റെ അടിസ്ഥാന പാഠങ്ങൾ കേരള പ്രസ് അക്കാദമിയിൽ നിന്ന് പകർന്നു കിട്ടിയതാണ് എൻ്റെ കരുത്ത്. ജേർണലിസ്റ്റ് എന്നുള്ള രീതിയിലുള്ള എൻ്റെ എല്ലാ വളർച്ചയ്ക്കും ഞാൻ ആദ്യം ഓർമ്മിക്കുക എൻ്റെ പഠനകാലത്തെയാണ്. എൻ്റെ പഠനകാലം എന്ന് പറയുമ്പോൾ ഇന്ന് നമ്മൾ മീഡിയ അക്കാഡമി എന്ന് വിളിക്കുന്ന, ഞങ്ങൾ പഠിക്കുന്ന കാലത്തുള്ള കേരള പ്രസ് അക്കാഡമി, ഇന്ന് മീഡിയ അക്കാഡമി എന്നാണ് അത് അറിയപ്പെടുന്നത്. ജേർണലിസം പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഏതൊരു വിദ്യാർത്ഥി എന്ന് പറയുന്നില്ല, ഏതൊരാൾക്കും പുറത്തൂടെ തിരിച്ചില്ലാവുന്ന ഒരു സ്ഥലമാണ് കേരള മീഡിയ അക്കാഡമി. അത്രമാത്രം ഇന്ന് മാധ്യമ രംഗത്തെ പ്രഗത്ഭരായ ആളുകൾ ക്ലാസ്സുകൾ നയിക്കുന്നു. എല്ലാ മീഡിയയും, കമ്മ്യൂണിക്കേഷന്റെ എല്ലാ മീഡിയത്തിലും എല്ലാ ക്ലാസ്സുകളും അവിടെ ഉണ്ട്. ക്യാമറയിലാണെങ്കിലും എഡിറ്റിലാണെങ്കിലും എല്ലാവരും. ആദ്യകാലത്ത് ഞാൻ പ്രിന്റ് മീഡിയത്തിലായിരുന്നു ഫ്രീലാൻസ് ആയിട്ട് ചെയ്തിരുന്നത്. എനിക്ക് സോഫിയ ബിൻ എന്നുള്ള ഒരു ബൈലൈൻ എനിക്ക് തന്നത്
എന്റെ അക്കാഡമിക് പഠനകാലമാണെന്നുള്ളതിൽ യാതൊരു സംശയമില്ല. വിഷ്വൽ മീഡിയയിലാവട്ടെ, പ്രിന്റ് മീഡിയയിലാവട്ടെ, ഞാൻ ഇന്ന് എത്തി നിൽക്കുന്ന എന്റെ വളർച്ചയ്ക്ക് അക്കാഡമി അത്രമാത്രം ഇതിൽ പങ്കുവെച്ചിട്ടുണ്ട്. അക്കാദമി എന്നും ആവേശകരമായ ഒരു ഓർമ്മയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകതയായി എനിക്ക് തോന്നിയത് അവിടെ ക്ലാസ്സുകൾ എടുക്കാൻ വരുന്നത് കേരളത്തിലെ എണ്ണം പറഞ്ഞ മാധ്യമ പ്രവർത്തകരാണ്. അതുകൊണ്ട് പാഠപുസ്തകങ്ങളല്ല, അവരുടെ അനുഭവങ്ങളാണ് ഏറ്റവും പ്രധാനമായും നമ്മൾ മനസ്സിലാക്കുക. ഓരോ വാർത്ത ഉണ്ടായ വിവരങ്ങൾ, അല്ലെങ്കിൽ ആ വാർത്ത വികസിച്ച കാര്യങ്ങൾ, ആ വാർത്ത ഇത്രത്തോളം മാറ്റം കൊണ്ടുവന്ന കാര്യങ്ങളടക്കം തന്നെ അവരുടെ അനുഭവങ്ങൾ എല്ലാവരുമായി പങ്കുവെക്കുകയാണ്. ആ അനുഭവങ്ങളാണ് യഥാർത്ഥത്തിൽ ഒരു മാധ്യമ പ്രവർത്തകൻ എന്ന രീതിയിൽ എക്കാലവും ഊർജ്ജമാവുക. അതേപോലെ നമുക്കും ആവണം എന്ന് തോന്നുക. ആ ഒരു വികാരമായിരുന്നു പഠിക്കുന്ന കാലത്ത് എനിക്കുണ്ടായിരുന്നത്. അതുകൊണ്ട് പിന്നീട് ഈ തൊഴിൽ മേഖലയിലേക്ക് വന്നപ്പോഴും അക്കാദമിയും അക്കാദമിയുടെ ക്ലാസ്സുകളും എപ്പോഴും ഊർജ്ജം പകരുന്നുണ്ട്. കേരള മീഡിയ അക്കാദമിയിൽ പഠിച്ച് മാധ്യമപ്രവർത്തകരാകാൻ ആഗ്രഹിക്കുന്നവർക്കുള്ള അവസരം ഇപ്പോഴാണ്. ജേർണലിസം ആൻഡ് കമ്മ്യൂണിക്കേഷൻ, TV ജേർണലിസം, പബ്ലിക് റിലേഷൻ ആൻഡ് അഡ്വർടൈസിംഗ് എന്നീ PG ഡിപ്ലോമ കോഴ്സുകൾക്ക് അപേക്ഷിക്കാനുള്ള അവസാന തീയതി 2025 മെയ് 25. കൂടുതൽ വിവരങ്ങൾക്ക് www.keralaMediaAcademy.org. ഇന്ത്യയും പാകിസ്ഥാനും കാശ്മീരുമെല്ലാം വാർത്താ ചിത്രങ്ങളിലൂടെ മനുഷ്യ മനസ്സുകളിൽ നിറഞ്ഞിരുന്ന ആഴ്ചയാണ് കടന്നുപോയത്. അതിനെക്കുറിച്ച് സീനിയർ ഫോട്ടോ ജേർണലിസ്റ്റ് പി ചന്ദ്രകുമാർ സംസാരിക്കുന്നു. ചിത്രജാലകത്തിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ വേൾഡ് പ്രസ് ഫോട്ടോഗ്രാഫി അവാർഡിൽ സൗത്ത് അമേരിക്കൻ വിഭാഗത്തിൽ 1ാം സ്ഥാനം നേടിയ ചിത്രം കാണാം. 2024 180-ലേറെ പേരുടെ മരണത്തിനിടയാക്കിയ പ്രളയത്തിൽ മുങ്ങിയ ബ്രസീലിൽ നിന്നുള്ള ഒരു ആകാശ കാഴ്ചയാണത്. ഒറ്റ നോട്ടത്തിൽ ആകാശത്ത് പറക്കുന്ന വിമാനമെന്ന് തോന്നുമെങ്കിലും വിമാനത്താവളത്തിൽ തളം കെട്ടിയ വെള്ളത്തിലാണ് ആ വിമാനം നിൽക്കുന്നതെന്ന് സൂക്ഷിച്ചു നോക്കിയാൽ മനസ്സിലാവും. കാശ്മീരിൽ ആക്രമണം നടത്തിയ ഭീകരരുടെ പാകിസ്ഥാനിലെ 9 താവളങ്ങൾ ഇന്ത്യ നശിപ്പിച്ചു. ഓപ്പറേഷൻ സിന്ദൂർ എന്ന പേരിൽ നടന്ന ആ സംഭവത്തിന്റെ വാർത്താചിത്രങ്ങൾ മിക്ക പത്രങ്ങളുടെയും 1ാം പേജിൽ കണ്ടു. എന്നാൽ ചില പത്രങ്ങൾ വാർത്താചിത്രങ്ങൾക്ക് പകരം ഗ്രാഫിക് ഇമേജുകളാണ് 1ാം പേജിൽ കൊടുത്തത്. ആക്രമണത്തിലും പ്രത്യാക്രമണത്തിലുമായി ഇരു രാജ്യങ്ങൾക്കുമുണ്ടായ നഷ്ടങ്ങളുടെ ദൃശ്യങ്ങളും ഉൾപേജുകളിൽ കണ്ടു. ഓപ്പറേഷൻ സിന്ദൂർ വിജയം ആഘോഷിക്കുന്ന ന്യൂഡൽഹിയിലെ കുട്ടികളുടെ ചിത്രം മലയാള മനോരമയുടെ ജോസുകുട്ടി പനക്കലിന്റെ ക്യാമറ നമുക്ക് കാട്ടിത്തന്നു. ഇന്ത്യയുടെ കഴുത്തിലെ വെള്ളിമാല പോലെ തിളങ്ങുന്ന സിന്ധു നദിയുടെ ഒരു ഫോട്ടോ സോഷ്യൽ മീഡിയയിൽ കണ്ടു. ചൈന അതിർത്തിയിൽ നിന്ന് ഉത്ഭവിച്ച് പാക് അധിനിവേശ കാശ്മീരിലെ ലഡാക്ക് പർവ്വതനിരകൾക്ക് നടുവിലൂടെ ശാന്തമായി ഒഴുകുന്ന സിന്ധു നദിയുടെ ഈ സുന്ദര ദൃശ്യം പകർത്തിയത് ഫോട്ടോഗ്രാഫർ പൃഥ്വി ചൗധരിയാണ്. ഒരു നേരത്തെ അന്നത്തിനായി ഇരതേടുന്ന വന്യജീവികളുടെ ചില ദൃശ്യങ്ങൾ നാഷണൽ ജിയോഗ്രഫിക് നേച്ചർ എന്ന ഫേസ്ബുക്ക് ഗ്രൂപ്പിൽ കണ്ടു. ബിഷപ്പിനും ജീവിതത്തിനും ഇടയിലുള്ള മത്സരത്തിന്റെ അനർഘ നിമിഷങ്ങൾ അസാമാന്യ കൈവഴക്കത്തോടെ ക്യാമറയിൽ പകർത്തിയവ. ഈ വിസ്മയ കാഴ്ചകൾ ക്യാമറയിൽ പകർത്തിയത് ആരെന്ന് അതിൽ രേഖപ്പെടുത്തിയിട്ടില്ല. നിർമ്മിത ബുദ്ധി അനുദിനം വികസിക്കുന്ന ഈ കാലത്ത് യഥാർത്ഥ സൃഷ്ടികൾ തിരിച്ചറിയാൻ ഫോട്ടോഗ്രാഫറുടെ പേര് ചേർക്കേണ്ടതിന്റെ ആവശ്യകത വർദ്ധിച്ചു വരികയാണ്. പ്ലാസ്റ്റിക് കുപ്പികൾ ഒട്ടിച്ചു ചേർത്ത് മനോഹരമായ കളിപ്പാട്ടമുണ്ടാക്കുന്ന വൃദ്ധന്റെയും അത് കണ്ടാസ്വദിക്കുന്ന കുട്ടിയുടെയും ഒരു ഫോട്ടോയും ആ ഫേസ്ബുക്ക് ഗ്രൂപ്പിൽ കണ്ടു. കേരളത്തിൽ അസാധ്യമെന്ന് പലരും പറഞ്ഞിരുന്ന 6 വരി പാതയുടെ ആദ്യഘട്ടം പൂർത്തിയാക്കി ഗതാഗതത്തിന് തുറന്നുകൊടുത്തു. അതിന്റെ ചിത്രങ്ങളും വീഡിയോയും സോഷ്യൽ മീഡിയയിൽ കണ്ടു. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ പക്ഷിശല്യം വർദ്ധിക്കുന്നത് വിമാനങ്ങൾക്ക് ഭീഷണിയായിട്ടുണ്ട്. അത് സംബന്ധിച്ച ഒരു വാർത്തയും ചിത്രവും പത്രത്തിൽ കണ്ടു. തിരുവനന്തപുരം വഞ്ചൂർ കോടതിയിലെ സീനിയർ അഭിഭാഷകൻ യുവ അഭിഭാഷകയുടെ ചെകിടത്തടിച്ച ക്രൂരതയുടെ ആഴം വെളിവാക്കുന്ന ഒരു ഫോട്ടോ കേരള കൗമുദി പത്രത്തിന്റെ 1ാം പേജിൽ കണ്ടു. ആരെയും വേദനിപ്പിക്കുന്ന ആ കാഴ്ച ജനഹൃദയങ്ങളിൽ ആഴത്തിൽ സ്പർശിച്ചു.
മാധ്യമ സമീപനം പക്ഷപാതത്തിന് അതീതമായിരിക്കണം എന്നതിൽ സംശയമില്ല. എന്നാൽ രാജ്യം യുദ്ധത്തിൽ ഏർപ്പെടുമ്പോൾ രാജ്യ താൽപര്യത്തിന് പ്രാധാന്യം നൽകാൻ മാധ്യമങ്ങൾ ശ്രമിക്കാറുണ്ട്. ഇതിനെക്കുറിച്ചാണ് വാക്കിലെ ശരിയിൽ ST പ്രിൻസ് സംസാരിക്കുന്നത്. യുദ്ധവിവരണങ്ങൾ കാണുമ്പോഴൊക്കെ മഹാഭാരതത്തിലെ സഞ്ജയനെ ഓർത്തുപോകും. കുരുക്ഷേത്ര യുദ്ധത്തിൻ്റെ ഓരോ നീക്കവും ധൃതരാഷ്ട്രർക്ക് പറഞ്ഞുകൊടുത്ത വ്യക്തിയാണ് സഞ്ജയൻ. ദൂരെ നടക്കുന്ന കാര്യങ്ങൾ അടുത്ത് കാണാനുള്ള ശേഷി കൊണ്ട് അനുഗ്രഹീതനായിരുന്നു ഈ സഞ്ജയൻ എന്നയാൾ. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ വിവരണത്തിൽ എല്ലാവരും വിശ്വസിക്കുകയും ചെയ്തു. ഈ സഞ്ജയൻ എന്ന പേരിൽ 2 ഭാഗമുണ്ട്. സം ജയം, അതായത് പക്ഷഭേദത്തിന് അതീതമായവൻ എന്നർത്ഥം. പക്ഷം പിടിക്കാത്ത ഒരു സ്വതന്ത്ര മനസ്സിന് ഉടമയാണ് സഞ്ജയൻ എന്നാണ് വെപ്പ്. അതുകൊണ്ട് തന്നെ ആവാം നമ്മുടെ മാധ്യമങ്ങളും സഞ്ജയനെ പോലെ ആകണമെന്ന് പലരും പറയാറുണ്ട്. എന്ന് മാത്രമല്ല, ആദ്യത്തെ മാധ്യമപ്രവർത്തകൻ ആരായിരുന്നു ചോദിച്ചാൽ ചിലർ പറയാറുണ്ട് സഞ്ജയനാണെന്ന്. കാരണം ഒരു ദൃക്സാക്ഷി വിവരണം നൽകുന്നത് സഞ്ജയനാണ്. ഈ ദൃക്സാക്ഷി വിവരണം ഒരു മാധ്യമത്തിലുള്ള കാര്യം തന്നെയാണ്. അച്ചടിയിലല്ല, റേഡിയോയിലുള്ള ഒരു പരിപാടിയാണല്ലോ ദൃക്സാക്ഷി വിവരണം. റേഡിയോയും ഒരു മാധ്യമം തന്നെയാണ്. അതുകൊണ്ട് ആദ്യത്തെ മാധ്യമപ്രവർത്തകൻ ആരെന്നതിന് സഞ്ജയൻ എന്ന ഉത്തരം ചിലർ നൽകാറുണ്ട്. എന്നാൽ സ്വന്തം രാജ്യം യുദ്ധത്തിൽ ഏർപ്പെടുമ്പോൾ ഒരാൾക്ക് എത്രത്തോളം നിഷ്പക്ഷനാകാൻ കഴിയും? ഇവിടെ ഒരു നിഷ്പക്ഷ ദൃക്സാക്ഷിയുടെ വിവരണം നൽകുന്നത് തികച്ചും അസാധ്യമാണ്. കാരണം ശത്രുപക്ഷത്തിൻ്റെ അവകാശവാദങ്ങൾക്ക് പ്രാമുഖ്യം നൽകിയാൽ ഇവിടെയുള്ള വായനക്കാരും കേൾവിക്കാരും കാഴ്ചക്കാരും ഒക്കെ പിണങ്ങിപ്പോയെന്നിരിക്കും. അത്തരമൊരു അപ്രിയത്തിന് പാത്രമാകാൻ ആരും താല്പര്യപ്പെടുന്നില്ല. ഒരു ഇംഗ്ലീഷ് മാധ്യമം പാകിസ്ഥാന്റെ ഒരു അവകാശവാദത്തെ അവരുടെ സാമൂഹിക മാധ്യമ ഹാൻഡിലിൽ അവതരിപ്പിച്ചിരുന്നു. കുറെ കഴിഞ്ഞ് അത് ശരിയല്ലെന്ന് കണ്ട് അവർക്കത് പിൻവലിക്കേണ്ടി വന്നു. മലയാള മാധ്യമങ്ങളാകട്ടെ രാജ്യ താല്പര്യം കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് റിപ്പോർട്ട് ചെയ്തതെന്നാണ് തോന്നിയത്. അളന്നു കുറിച്ച ഭാഷാ പ്രയോഗം പലയിടത്തും കാണാനുണ്ടായിരുന്നു. എങ്കിലും ഒരു ചായ്വ് സ്വന്തം രാജ്യത്തോട് ഉണ്ടായിരുന്നു. ഓപ്പറേഷൻ സിന്ദൂർ എന്ന പ്രയോഗത്തിനായിരുന്നു സ്വാഭാവികമായും മുൻതൂക്കം കണ്ടത്. ആകാശയുദ്ധമെന്നും ജലതന്ത്രം എന്നുമൊക്കെ ഒരു പത്രം എഴുതിയിരുന്നു. എങ്കിലും അതിനേക്കാൾ ഏറെ കണ്ടത് ഈ സിന്ദൂരവുമായി ബന്ധപ്പെട്ട ശീർഷകങ്ങളായിരുന്നു. സിന്ദൂര പ്രഹരം എന്നൊരു പത്രത്തിൽ കണ്ടിരുന്നു. കണ്ണീരിന് മറുപടി എന്നാണ് അവിടെ പറഞ്ഞത്. സിന്ദൂര തിളക്കം എന്ന് ഒരു പത്രത്തിൽ എഴുതിയിരുന്നു. അഭിമാന സിന്ദൂരം എന്നെഴുതിയ ഒരു പത്രമുണ്ട്. മറ്റൊരു പത്രത്തിൽ മറുപടി എന്നായിരുന്നു ശീർഷകം. അവിടെ പറഞ്ഞത് പഹൽഗാമിൽ വീണ കണ്ണീരിന് തിരിച്ചടി എന്നായിരുന്നു. ഇതിനൊക്കെ ഒരു പടി കൂടി കടന്ന് ഭാരതാംബയ്ക്ക് സിന്ദൂര തിലകം എന്നെഴുതിയൊരു പത്രത്തെയും കണ്ടിരുന്നു. ഇന്ത്യൻ സൈനിക നീക്കത്തെ വിശേഷിപ്പിച്ചത് 3 വാക്കുകൾ കൊണ്ടാണ്: ഫോക്കസ്ഡ്, മെഷേർഡ്, നോൺ എസ്കലേറ്ററി. അതായത് വ്യക്തമായി കേന്ദ്രീകരിച്ച് നിയന്ത്രിതമായി വിപുലമാക്കാത്ത രീതിയിലുള്ള ഒരു സൈനിക നീക്കം. ഇതിൻ്റെ അന്തസത്ത പല ശീർഷകങ്ങളിലും നമുക്ക് കാണാൻ കഴിഞ്ഞു. തടുത്തു, കൊടുത്തു എന്ന് ഒരു സ്ഥലത്ത്. ലക്ഷ്യം നേടിയ പ്രഹരമെന്ന് ഒരു പത്രം എഴുതിയിരുന്നു. സൂക്ഷ്മം പ്രഹരം എന്നായിരുന്നു ഒരിടത്ത് കണ്ടത്. അടി വേരറുത്ത്, വേണമെങ്കിൽ അടിവേരറുത്ത് എന്ന് വായിക്കാം. അതിവേഗം കിറുകൃത്യം എന്നും ഒരു പത്രത്തിൽ ശീർഷകമായി കണ്ടിരുന്നു. വസ്തുനിഷ്ഠമായ കാര്യങ്ങൾ പറയുമ്പോൾ വിശേഷണങ്ങളെ കഴിവതും ഒഴിവാക്കുകയാണ് പത്രങ്ങളുടെ രീതി. എന്നാൽ പാകിസ്ഥാന്റെ യുദ്ധതന്ത്രത്തിലെ ചില നീക്കങ്ങൾ കണ്ടപ്പോൾ ഇതത്ര ശരിയല്ലെന്ന് തോന്നുകയും അതിനെയൊക്കെ കൃത്യമായ വിശേഷണങ്ങൾ കൊണ്ട് അവതരിപ്പിക്കാനാണ് നമ്മുടെ പത്രങ്ങൾ ഒരുങ്ങിയത്. യാത്രാ വിമാനങ്ങളെ കവചമാക്കി മനുഷ്യത്വരഹിതമായിട്ടുള്ള നീക്കം എന്നാണ് ഒരു പത്രം എഴുതിയത്. അതിനെ കുതന്ത്രം എന്നും ആ ശീർഷകത്തിനോടൊപ്പം തന്നെ വിശേഷിപ്പിച്ച് കണ്ടു. പാകിസ്ഥാന്റെ നീചതന്ത്രം എന്നായിരുന്നു മറ്റൊരു പത്രം എഴുതിയത്. ഡൽഹി ലക്ഷ്യമിട്ട് പറന്ന ഫത്ത 2 എന്ന ബാലിസ്റ്റിക് മിസൈലിന്റെ കാര്യം വാർത്തയിലുണ്ടായിരുന്നു. ഇതിനെ പാകിസ്ഥാന്റെ വജ്രായുധം എന്നാണ് പല പത്രങ്ങളും വിശേഷിപ്പിച്ചത്. ഈ മിസൈലിന്റെ വരവിനെ ഇന്ത്യൻ സൈന്യം പ്രതിരോധിച്ചു. അത് വാർത്തയായത് പല രീതിയിലാണ്. ഫത്ത 2 ഭസ്മമാക്കി ഇന്ത്യ എന്ന് ഒരു പത്രം പറയുന്നു. പവനായി ഫത്ത, ഒടുവിൽ ശവമായി എന്ന് മറ്റൊരു പത്രം. യുദ്ധവാർത്തയുടെ അവതരണത്തിൽ ഒരു പത്രം രാജ്യസ്നേഹം തുറന്നങ്ങ് പ്രകടിപ്പിക്കുകയായിരുന്നു. അവരുടെ ശീർഷകങ്ങളിലൊക്കെ ഇന്ത്യ എന്നല്ല പറയുക, നാം എന്നാണ് പറയുക. ഇന്ത്യൻ സൈന്യം എന്ന് പറയുന്നതിന് പകരം നമ്മുടെ സൈന്യം എന്ന് പറയുന്ന ഒരു രീതി. പല പത്രങ്ങളും അങ്ങനെ എഴുതിയിരുന്നില്ല. പാകിസ്ഥാന്റെ ഒരു വിമാനത്തെ ആകാശ് മിസൈൽ വീഴ്ത്തി. അതിന് വിവരിക്കുന്ന ഇങ്ങനെയാണ്: പാക് വിമാനത്തെ വീഴ്ത്തി നമ്മുടെ ആകാശ്. യുദ്ധം തുടങ്ങിയപ്പോൾ IPL ക്രിക്കറ്റ് മത്സരം മാറ്റാൻ തീരുമാനിച്ചു. അതിൻ്റെ സംഘാടകരിൽ ഒരാൾ പറഞ്ഞ ഒരു കാര്യമാണ് ഒരു പത്രത്തിൽ ശീർഷകമായി വന്നത്: രാജ്യം പരമപ്രധാനം. ഒടുവിൽ വെടിനിർത്തലിന് ധാരണയായപ്പോൾ ഒരു പത്രം സമാധാനം എന്നെഴുതിയിരുന്നു. അത് ജനങ്ങളുടെയും ഒരു മനസ്സിൻ്റെ പ്രതിഫലനമായിരുന്നു. എന്നാൽ വെടിനിർത്തൽ കരാർ ലംഘിച്ചു എന്ന് കണ്ടപ്പോൾ പത്രത്തിൻ്റെ സ്വഭാവം അങ്ങ് മാറി. ചതിയന്മാരെ വെച്ചേക്കില്ല എന്നായിരുന്നു അവിടുത്തെ ശീർഷകം. ഇംഗ്ലീഷിലെ ഒരു പത്രം സീസ് ഫയറിനെ കുറിച്ച് പറഞ്ഞത് ശ്രദ്ധേയമായി തോന്നി.
സീസ് ഫയർ എന്ന വാക്കിന് മീതെ ചുവന്ന വരയിട്ടുകൊണ്ടാണ് അവർ അത് ലംഘിച്ചുവെന്ന് വരുത്തി തീർത്തത്. യുദ്ധത്തെപ്പറ്റി വിൻസ്റ്റൺ ചർച്ചിൽ പണ്ട് പറഞ്ഞൊരു വാക്യമുണ്ട്, വാർ ഇസ് എ കാറ്റലോഗ് ഓഫ് ബ്ലണ്ടേഴ്സ്. അതായത് അബദ്ധങ്ങളുടെ ഒരു സൂചിത പത്രമാണ്, കാറ്റലോഗാണ് യുദ്ധം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. കാശ്മീരിലെ പഹൽഗാമിലെ കൂട്ടക്കൊലയെ തുടർന്ന് യുദ്ധസമാനമായ ഒരു അന്തരീക്ഷം ഉണ്ടായപ്പോൾ തന്നെ വാർത്തകൾ പലയിടത്തു നിന്ന് വരാൻ തുടങ്ങി. വാർത്തകളുടെ വരവിന് ശക്തിയേറിയപ്പോൾ പത്രങ്ങളിൽ ഒരുപാട് കഥകൾ നിറഞ്ഞു. എന്നാൽ അടുത്ത ദിവസം തിരുത്തു വന്നു, ഇതിൽ പകുതിയും വ്യാജ വാർത്തയാണ്. ട്രൂത്ത് ബിക്കംസ് എ ഫസ്റ്റ് കാഷ്വാലിറ്റി ഇൻ എവറി വാർ എന്ന് പണ്ടാരോ പറഞ്ഞിട്ടുണ്ട്. ഓരോ യുദ്ധത്തിലും ആദ്യം വെടിയേറ്റ് വീഴുന്നത് സത്യമാണ് എന്ന ഒരു പഴയ വാക്യത്തെ ഓർമ്മിപ്പിക്കുന്നതായിരുന്നു ഈ സംഭവം. വ്യാജ വിവര പ്രളയം എന്നാണ് ഇതിനെ ഒരു പത്രം വിശേഷിപ്പിച്ചത്. സൂക്ഷിക്കണം നുണക്കണി എന്നായിരുന്നു അവിടുത്തെ ശീർഷകത്തിലെ മുന്നറിയിപ്പ്. മറ്റൊരു പത്രം എഴുതിയിരുന്നു, ഇതെല്ലാം വെറും പുക, ഇതൊന്നും വിശ്വസിക്കരുതേ എന്ന് അഭ്യർത്ഥിച്ച ഒരു പത്രവും ഉണ്ടായിരുന്നു. എന്നാൽ രസകരമെന്ന് പറയട്ടെ, ഈ വാർത്തകളോടൊപ്പം ഒക്കെ ഒരു ചിത്രമുണ്ടായിരുന്നു. അത് മൊബൈൽ ഫോണിൻ്റെ ചിത്രമായിരുന്നു. കാരണം ഇതെല്ലാം മൊബൈൽ വഴി പരക്കുന്ന ഒരു കാര്യമാണ് എന്ന രീതിയിൽ അവതരിപ്പിക്കുകയാണ്. ഇക്കാലത്ത് പത്രവും മൊബൈൽ വഴി തന്നെയാണല്ലോ വരുന്നത്. മാധ്യമജാലകത്തിന്റെ ഈ എപ്പിസോഡ് അവസാനിക്കുന്നു. അടുത്ത ആഴ്ച ഇതേ ദിവസം ഇതേ സമയം വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.